എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശബരിമല വിഗ്രഹപ്രതിഷ്ഠ, ഇതാണ് വിഷയം. പരശുരാമ നിർദ്ദേശപ്രകാരം ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടുകൂടിയ മുട്ടിലൊരു കയ്യും ചേർത്ത് വെച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പണി പൂർത്തിയായി. പ്രതിഷ്ഠാദിനം വന്നെത്തി. ആ മംഗളമുഹൂർത്തത്തിൽ തന്നെ പരശുരാമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം വിധിപ്രകാരം പ്രതിഷ്ഠിച്ചു. അഗസ്ത്യ മഹർഷിയും അപ്പോൾ അവിടെ എത്തിയിരുന്നു. ദേവന്മാർ ആകാശത്തു നിന്നോ പുഷ്പവൃഷ്ടി നടത്തി. ഗന്ധർവന്മാർ മംഗളഗാനങ്ങൾ ആലപിച്ചു. സന്തോഷാധിക്യത്താൻ അപ്സരസുകൾ നൃത്തം വെച്ചു. ഈ കാഴ്ചകളെല്ലാം കണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ആനന്ദിച്ചു. ബ്രാഹ്മണർ വേദങ്ങൾ ചൊല്ലി. രാജശേഖരരാജൻ ധാരാളം ദാനധർമ്മകാര്യങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ശ്രീ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് മംഗളകരമായി തന്നെ നടന്നു. മാളികപ്പുറത്തമ്മയെയും വാപരനെയും മറ്റും യഥാവിധി ആചാര്യൻ തന്നെ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാകർമ്മങ്ങൾ കഴിഞ്ഞ് യാത്രയാകുന്നതിന് മുമ്പായി മഹാരാജാവിന് പരശുരാമൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹേ രാജൻ, ശബരിമലയിൽ 7 ദിവസം ഉത്സവം നടത്തേണ്ടതാണ്. വേദിയന്മാർ ചതുർവേദങ്ങൾ ചൊല്ലണം. താങ്കൾക്ക് മോക്ഷപ്രാപ്തിയുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുക കൂടെ ചെയ്ത് പരശുരാമനും അഗസ്ത്യ മഹർഷിയും അന്തർധാനം ചെയ്തു. ശ്രീ അയ്യപ്പൻ്റെ സന്നിധിയിലെത്തിയ മഹാരാജാവ് ഭഗവത് വിഗ്രഹത്തിൽ നോക്കി വളരെ നേരം ധ്യാനനിരതനായി നിന്നു. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്നും ആനന്ദബാഷ്പം ഒഴുകുന്നുണ്ടായിരുന്നു. തുടർന്ന് ആചാര്യൻ്റെ സമീപമെത്തിയ രാജാവ് ചോദിച്ചു, ഗുരു, ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠാകർമ്മങ്ങളുമെല്ലാം മംഗളകരമായി പരിണമിച്ചു. ഇനി നാം എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടോ? അതിന് മറുപടിയായി ആചാര്യൻ പറഞ്ഞു, പ്രിയ രാജൻ, അങ്ങ് ഇനി തിരികെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതാണ്. മഹാറാണിയും പുത്രനും ഉൾപ്പെടെ പന്തള രാജ്യം മുഴുവൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കുന്നത് മണികണ്ഠ ഭഗവാന് ഇഷ്ടമല്ലെന്ന കാര്യം അവിടത്തേക്ക് അറിയാവുന്നതാണല്ലോ. നമ്മിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ ഭംഗിയായി കലാശിച്ചതിനാൽ നമുക്കിനി സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. ഒരിക്കൽ കൂടി വിഗ്രഹത്തെ താണുവണങ്ങിയ രാജാവ് മാസപൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത ശേഷം ആചാര്യനോടും പരിവാരങ്ങളോടുമൊപ്പം പന്തള രാജ്യത്തേക്ക് തിരിച്ചു. പന്തള രാജ്യത്തെത്തിയ രാജശേഖര മന്നനെ അത്യാഹ്ലാദപൂർവം ജനങ്ങളും കൊട്ടാരവാസികളും സ്വീകരിച്ചു. കൊട്ടാരത്തിലെത്തിയ രാജാവ് ഏറെ താമസിയാതെ പന്തള രാജ്യഭരണം പുത്രനായ രാജരാജനെ ഏൽപ്പിച്ച് രാജധർമ്മങ്ങളെക്കുറിച്ചും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെക്കുറിച്ചും വർഷം തോറും ശ്രീ ധർമ്മശാസ്താവിന് ദർശനം നടത്തേണ്ടതിനെ കുറിച്ചുമെല്ലാം ഗ്രഹിപ്പിച്ച ശേഷം സന്യാസത്തിനായി ആചാര്യനോടൊപ്പം പമ്പാ തീരത്തേക്ക് തിരിച്ചു. കൊട്ടാരവാസികളും ജനങ്ങളും ദുഃഖത്തോടെ അദ്ദേഹത്തെ യാത്രയയച്ചു. പമ്പാ നദീതടത്തിൽ തപസ്സനുഷ്ഠിച്ച രാജശേഖരരാജൻ ഏറെ താമസിയാതെ ബ്രഹ്മപദം പുൽകുകയും ചെയ്തു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.